ക്വസ്റ്റ്യൻ ബാങ്ക് ക്ലയൻറ്റ് പ്രോഗ്രാം എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്കിടെ എൻ്റർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു വേർഡ് പ്രോസസ്സർ ഫയലിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം, പക്ഷേ എളുപ്പം ഒരു വേർഡ് പ്രോസസ്സർ ഫയലിൽ കീപ്പ് ചെയ്യാം. ഇപ്പോൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും: എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്. അത് ഇതുപോലെ നമ്മൾ ഒരു ഫയലിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഈ ഫയലിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ ആ ചിത്രം ഏതെങ്കിലും ഒരു PNG ഫയലോ മറ്റായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡയറക്ടറിയിൽ, വർക്കിംഗ് ഡയറക്ടറിയിൽ ആ PNG ഫയലോ JPG ഫയലോ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് പറ്റുന്നത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു ഡമ്മി ക്വസ്റ്റ്യൻ ബാങ്കുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ കിട്ടുന്ന വെർഷൻ അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് കണക്ട് ചെയ്തോളൂ. കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ 12 കോഴ്സസ് അവൈലബിൾ എന്ന് പറഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു കോഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലൊരു ഫിസിക്സ് കോഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആ കോഴ്സിൻ്റെ പാസ്വേഡ് കൊടുക്കണം. ഓരോ കോഴ്സിൻ്റെയും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരിക്കൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. 2 പ്രാവശ്യം 2 സ്പീഡിൽ എൻ്റർ ചെയ്തിട്ട് ചേഞ്ച് പാസ്വേഡ്. പക്ഷേ അങ്ങനെ മാറ്റപ്പെടുക ആ പുതിയ പാസ്വേഡ് ഓർമ്മിച്ചിരിക്കണം. ഇനി നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മോഡ്യൂൾ. ഇപ്പം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 മോഡ്യൂൾസാണ് സാധാരണ കാണുന്നത്. ഒരു മോഡ്യൂൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് സെലക്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കും വരും. അപ്പോൾ നമുക്കൊരു എക്സിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം. ചൂസ് ചെയ്യുന്നതോടെ ആ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്ക് ഇവിടെയുണ്ട്. അത് 3 മാർക്ക്, അത് എ ടൈപ്പിന് മാറ്റാൻ പറ്റില്ല. പിന്നെ ഒന്നുള്ള റിലേഷൻസ്, അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഓതർ, പിന്നെ ഈ 2 ലെവൽസ്. ഈ ലെവൽസ് ഈ അവസാനത്തെ 2 യൂസ് ചെയ്യേണ്ട. ഇനാക്റ്റീവ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുക, അതിനെ ടെമ്പററി ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ബാക്കി ആദ്യത്തെ 6 അതിൻ്റെ ബ്ലൂംസ് ലെവൽസാണ്. പിന്നെ ഒരു ഔട്ട്കം വേണമെങ്കിൽ നമുക്കത് എൻ്റർ ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യണം. ഇനിയിപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് ഇനി ഇത് എത്ര എൻ്റർ ചെയ്ത് ശരിയാണോ എന്നറിയാം. ഇതിൻ്റെ PDF വെർഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഈ സാധാരണഗതിയിൽ ടേബിളോ പിക്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം ലാറ്റക് കമാൻഡ്സ് ഒക്കെ ശരിയാണോ എന്നറിയാം. പിന്നെ അപ്ഡേറ്റ് DB എന്ന് പറഞ്ഞാൽ ഇത് ചേഞ്ചസ് അവിടെ റിമോട്ട് ഡാറ്റാബേസിലേക്ക് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ 1 സെലക്ട് ചെയ്തു, ഇത് വന്നു. ഇനി വീണ്ടും നേരത്തെ 10 പോയി കഴിഞ്ഞാൽ ഈ ചേഞ്ച് അവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇതിനെ മായ്ച്ചിട്ട് വീണ്ടും പഴയ മാതിരിയാക്കാം. ഇനി നമ്മൾ പുതിയൊരു ചോദ്യം എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇതിൽ 25 ഉണ്ട്. ഇപ്പോൾ ആഡ് ന്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് 26 സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നു. യെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് പേജാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഓതർ ഇൻഫോ അത് പഴയതവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാടെണ്ണം അടിച്ചു പോകുമ്പോൾ നമ്മൾ ഓരോ തവണ ഇത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ബാക്കിയെല്ലാം റീസെറ്റ് ചെയ്യും. മാർക്ക് ടൈപ്പിൻ്റെത് ബൈ ഡിഫോൾട്ട് അത് വന്നു. പിന്നെ നമ്മൾ ഇതെല്ലാം റിമെമ്പർ ഫസ്റ്റ് ലെവലിലേക്ക് റീസെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. ഈ പുതിയ ചോദ്യമൊക്കെ എനിക്ക് വേണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ലെവലും ഇത് CO3 ആക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ മാറ്ററാണ് പഠിക്കേണ്ടത്. അത് ഏറ്റവും എളുപ്പം കട്ട് ആൻഡ് പേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ ആൻസർ ഹിൻറ്റുകൾ നമുക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ടു അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് എ ടൈപ്പിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് ബി ടൈപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ വാനിഷ് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ 18 ബി ടൈപ്പ് ഉണ്ട്. അതിലേതെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഒന്നിനെ ആഡ് ചെയ്യാം. ഈ കേസിലും മാർക്ക് ഫിക്സ് ആയിട്ട് തന്നെ വരുന്നത്. ഇനി സി ടൈപ്പിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ സി ടൈപ്പ് എസ് എ ടൈപ്പിന് മാർക്ക് 10 മാർക്കാണ്. അപ്പോൾ അത് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ 5 ആക്കാം.
അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റർ ഇങ്ങനത്തെ 2 എണ്ണം റാൻഡംലി കമ്പൈൻ ചെയ്തിട്ട് 10 മാർക്കാക്കിക്കോളും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 എണ്ണത്തിലധികം ഉണ്ടാവണം സെക്ഷനിൽ. അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടി അടുത്ത 5 മാർക്ക് കിട്ടാതിരുന്നാലൊരു എററായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ചില ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ചെയ്യാവുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ ചോദ്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ മൊഡ്യൂളിൽ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ചോദ്യം, പിന്നെ അതിൻ്റെ ഇവിടെ ഒരു C1 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സിയുടെ ടൈപ്പ് ഒന്നുകൂടി ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ C എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കാം. ഇത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് 3 ലോസ് എന്നുണ്ട്. അപ്പോൾ ഇതിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ സെക്ഷൻ എയിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ മാത്രം ചോദിക്കുന്നുണ്ട്. ഇത് ഇഗ്നോർ ചെയ്തോളൂ, ഇത് വെറുതെ ഒരു ഡെമോ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എ ടൈപ്പ് ക്വസ്റ്റ്യൻ A1 അതുപോലെ A2 ആണെങ്കിൽ ഫസ്റ്റ് ലോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ C ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ എയും ബിയും ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ C ടൈപ്പ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ A1, A2 ഈ ഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ എസ് എ ടൈപ്പിൻ്റെ അകത്ത് അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഷോർട്ട് ആൻസർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി ടൈപ്പ് ഉണ്ടെങ്കിൽ അതിവിടെ മാർക്ക് ചെയ്തിടാം. എന്നിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലിസ്റ്റ് മൊഡ്യൂൾ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണുകയെന്ന് വെച്ചാൽ ഇവിടെ വന്നു ഈ ക്വസ്റ്റ്യൻ്റെ മാറ്റർ ഉണ്ട്, പിന്നെ ഹിൻറ്റ് എന്തെങ്കിലും കൊടുത്തിട്ട് അത്, പിന്നെ ഇതിൻ്റെ റിമെമ്പർ ബ്ലൂംസ് ലെവല് ഔട്ട്കം, പിന്നെ ഇതിൻ്റെ ഡിപ്പെൻഡൻസ് നമ്മൾ ആ C1 A1 കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ A1 ഓട്ടോമാറ്റിക്കലി C1 അപ്പിയർ ചെയ്യും. ആ റെസിപ്രോക്കൽ റിലേഷൻ അത് ആഡ് ചെയ്തോളൂ. അപ്പോൾ അതിലിവിടെ വന്നിട്ട് നമ്മൾ C ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കും, ഇവിടെ A1 A2 റിലേഷൻ. അപ്പോൾ അത് നമ്മൾ ചോദ്യം, പിന്നെ അതിൻ്റെ ഈ ലെവൽസ് ഔട്ട്കം എത്ര മാർക്ക് എന്നുള്ളത്. പക്ഷേ ഇവിടെ മാർക്ക് C ടൈപ്പിന് മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ, കാരണം അത് 2 പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് 5 മാർക്കും 10 മാർക്കും. ബാക്കി ബി ടൈപ്പിലാണെങ്കിൽ നമ്മൾ മാർക്ക് ആ ടോപ്പിലവിടെ കാണിക്കും, 6 മാർക്സ് ഈച്ച് ബി. അതുപോലെ ഇത് 3 മാർക്സ് ഈച്ച്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിനനുസരിച്ച് മാറും, ഇത് 2 ഒക്കെ ആയിട്ട് മാറാൻ ചിലപ്പോൾ. അപ്പോൾ ഇത്രയും ലിസ്റ്റിംഗ് എടുക്കുക, ഇത് മാത്രമേ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നീട് നമുക്കിനിപ്പോൾ ഒരു സാധാരണഗതിയിൽ എല്ലാവർക്കും വേണ്ടി വരില്ല, എന്നാലും നമുക്ക് ടെക്കിൻ്റെ ഒരു ചെറിയൊരു കാര്യം വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് ഈ ഐറ്റമൈസ് ചെയ്യാനുള്ളതാണ്. അത് അത് ബുള്ളറ്റഡ് ലിസ്റ്റുകൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു ലിസ്റ്റായിട്ട് വരും. ഐറ്റം 1 ഐറ്റം 2 എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തത് ഇവിടെ വരും. ഇനിയിപ്പം നമ്പേർഡ് ലിസ്റ്റാണെങ്കിൽ നമുക്ക് വേണ്ട ഇതിന് പകരം എന്യൂമറേറ്റ് എന്ന് കൊടുക്കും. ഇത് എന്യൂമറേറ്റഡ് ലിസ്റ്റ്. പിന്നെ ഇത് കൂടാതെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ശരിക്കും ഫിസിക്സോ മാത്തമാറ്റിക്സോ അല്ലാത്തതൊക്കെ ഇത്രയൊക്കെ വരുള്ളൂ. പിന്നെ ഒന്നുള്ളത് ഒരു പിക്ചർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടെക്കിൻ്റെ ഇൻക്ലൂഡ് ഗ്രാഫിക്സ് ആണ്. എന്നിട്ട് നമ്മളിവിടെ അതെല്ലാം ഇവിടെ അതിൻ്റെ പേരും അവിടെ കൊടുക്കാം. പിന്നെ നമുക്കൊരു ഓപ്ഷൻ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു സേ 5 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഇവിടെ നമുക്കതിനെ വെരിഫൈ ചെയ്ത് നോക്കാം. ഒന്നത് ഇനിയിപ്പോൾ നമുക്കതിനെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യാം.
ലിസ്റ്റ് മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ ഉണ്ട്, ലിസ്റ്റിനകത്ത് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ലിസ്റ്റിനെ വെരിഫൈ ചെയ്തിട്ട് വീണ്ടും എവിടെയും കറക്ഷൻ ഉണ്ടെങ്കിലൊക്കെ വീണ്ടും ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഈ 4 മോഡ്യൂളും അത്യാവശ്യം ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ റാൻഡംനെസ് ഒക്കെ വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയ്ക്ക് പെട്ടെന്ന് ഇതിൻ്റെ യൂസേജിൽ ആവശ്യമായിട്ടുള്ള വരുന്ന കാര്യങ്ങളുള്ളൂ. പിന്നീട് കൂടുതലൊന്നും അങ്ങനെ ഇല്ല. പിന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ കോഴ്സ് ഇവിടുന്ന് ഒരു കോഴ്സ് കഴിഞ്ഞ് വേറൊരു കോഴ്സ്, ഇപ്പോൾ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് വേറൊരു കോഴ്സ് എടുക്കണം. അപ്പോൾ ഉടനെ അതിൻ്റെ പാസ്വേഡ് കൊടുക്കണം. അവിടെ വീണ്ടും മോഡ്യൂളിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യും. ഇവിടെ ഇതിപ്പോൾ ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും കട്ട് ആൻഡ് പേസ്റ്റ് കൊടുക്കുന്നു. ആൻസർ ഇതിൻ്റെ PDF അത് വരുന്നു. നമുക്കിനിപ്പോൾ ലിസ്റ്റ് മോഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ചോദ്യമാണ് എടുത്തത്, നമ്പർ ക്വസ്റ്റ്യൻ 1 ടൈപ്പ്. ഇതിൽ ലിസ്റ്റിൽ വരുന്നില്ല, കാരണം നമ്മളിതൊക്കെ ചെയ്തു. ഇവിടെ ഷോപ്പ് PDF കാണിച്ചു, പക്ഷേ അപ്ഡേറ്റ് ചെയ്തില്ല. ഡാറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്താലേ ലിസ്റ്റ് മോഡ്യൂൾ വരും. ഇത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ.